ഇപ്പോൾ വരുന്ന ഏറ്റവും നടുക്കുന്ന വിവരം അത് മരണസംഖ്യ കൂടുതൽ ഉയർന്നേക്കും എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. അത് 19ലേക്ക് മരണസംഖ്യ എത്തിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് നിലവിൽ പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ അതൊരു വലിയ അപകടമായി ഇപ്പോൾ തന്നെ ഇത് മാറിയിരിക്കുന്നു, നടുക്കുന്ന അപകടമായി മാറിയിരിക്കുന്നു. അത് 19ലേക്ക് മരണസംഖ്യ എത്തുകയാണ്. ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത് ഏതാണ്ട് 50ഓളം പേരെയാണ്. ഈ 50ഓളം പേരിലെ 19 പേർ ഇപ്പോൾ മരിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ്, റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടി വേലുച്ചാമിപുരത്ത് വിജയെ കാണാനെത്തിയവർ അദ്ദേഹത്തിന് റഹീസ് കേൾക്കുന്നുണ്ടോ? ഇപ്പോൾ 19 പേർ മരിച്ചു എന്നാണോ നമുക്ക് ലഭിക്കുന്ന വിവരം? അതെ, തീർച്ചയായിട്ടും 19 പേർ മരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. 19 പേർ മരിച്ചിരിക്കുന്നു എന്നാണ് നിലവിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരം. അത് 19 പേർ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അപ്പോൾ അതൊരു വലിയ അപകടം എന്നുള്ള തരത്തിലേക്ക് സംഭവം മാറുകയാണ്. അവിടെ ഇപ്പോൾ തന്നെ വലിയ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നു. പോലീസിന്റെ വലിയ സന്നാഹം അവിടെ തന്നെയുണ്ട്. ഒപ്പം തന്നെ ഒരു ഡോക്ടർമാരുടെ ഒരു വലിയ വിങ്ങിനെ അവിടേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. തൊട്ടടുത്തുള്ള ആശുപത്രികളിൽ നിന്നുള്ള ഡോക്ടർമാരെ അടക്കം ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ മരണസംഖ്യ ഓരോ നിമിഷവും ഉയർന്നു വരുന്നുണ്ട്. ഒപ്പം ഈ തരത്തിൽ ഗുരുതരമായി ചികിത്സയിൽ കഴിയുന്ന കുട്ടികൾ അടക്കമുള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെ ആ രീതിയിലേക്കൊക്കെയും മരണസംഖ്യ ഉയരുന്നത് വലിയ ആശങ്ക ഉണ്ടാക്കുകയാണ്. വലിയ വേവലാതി ഉണ്ടാക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ കരൂരിലെ ആശുപത്രിയിൽ നിന്നും പങ്കുവെക്കാനുള്ളത്. അത് കൂടുതൽ മരണങ്ങളിലേക്ക് പോകുന്നു എന്നുള്ള തരത്തിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അത് സ്ഥിരീകരിച്ച് ഉടൻ തന്നെ പറയാൻ കഴിയും. പക്ഷേ അതിനപ്പുറം 19 എന്നുള്ള സംഖ്യയിലേക്കാണ് ഇപ്പോൾ മരണസംഖ്യ എത്തിയിരിക്കുന്നത്. 20 കടന്നിരിക്കുകയാണ്. ഓരോ നിമിഷവും മരണസംഖ്യ ഉയരുന്ന തരത്തിലേക്കാണ് വാർത്തകൾ, റിപ്പോർട്ടുകൾ, വിവരങ്ങളൊക്കെയും പുറത്തു വന്നിരിക്കുന്നത്. അത് മരണസംഖ്യ 20 കടന്നു എന്നുള്ളതാണ് നിലവിൽ പറയാൻ കഴിയുക. അങ്ങനെ മരണസംഖ്യ ഓരോ സെക്കൻഡിലും ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് വലിയ ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. കൂടുതലും ഉള്ളത് സ്ത്രീകളാണ്, കുട്ടികളാണ്. ഉച്ച മുതൽ വിജയെ കാണാൻ എത്തി നിൽക്കുന്നവരാണ്. അപ്പോൾ അത്തരത്തിലാണ് ആളുകൾ എത്തിയിരുന്നത്. അപ്പോൾ അതിൽപ്പെട്ട ഏതാണ്ട് 20 പേർ മരിച്ചു എന്നുള്ള ഒരു വിവരം ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. മരണസംഖ്യ വലിയ ആശങ്കപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. അങ്ങനെ ആശുപത്രിയിൽ എത്തിച്ചേക്കുന്ന 50 പേരിൽ ഏതാണ്ട് 20 പേർ മരിച്ചിരിക്കുന്നു എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഓരോ നിമിഷവും ഇങ്ങനെ മരണസംഖ്യ ഉയരുന്നതായിട്ടാണ് വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. കരൂരിലെ ആശുപത്രിയുടെ പുറത്ത് വലിയ ജനങ്ങൾ അവിടെ ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കുകയാണ്. തങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് എന്ത് സംഭവിച്ചു എന്നറിയാൻ, അവരുടെ ആരോഗ്യ വിവരം അറിയാൻ വേണ്ടി ഒരു വലിയ കൂട്ടം അവിടെ കരൂർ ആശുപത്രിക്ക് മുന്നിലായിട്ടുണ്ട്. ഞങ്ങളുടെ പ്രതിനിധി മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വിജയിയുടെ ഈ റാലിക്കിടയിലുണ്ടായി തിക്കലും തിരക്കിലും പെട്ട് 20 ആളുകൾ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് വരുന്നത്. 20 പേർ മരിച്ചു. ശരിക്കും ഈ 10,000ങ്ങൾ പങ്കെടുത്ത ഈ റാലിയിൽ ഒരു കുട്ടിയെ കാണാനില്ല എന്ന അനൗൺസ്മെൻറ്റ് വന്നുകൊണ്ട് പിന്നീടുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് അദ്ദേഹം വിജയ് പ്രസംഗം അവസാനിപ്പിച്ച് മടങ്ങിപ്പോയെങ്കിലും 50ഓളം ആളുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റ് കേൾക്കുകയും ഈ പരിക്കേറ്റവരിൽ നിന്നാണ് ഇപ്പോൾ 20 ആളുകൾ മരിച്ചു എന്ന വാർത്ത വരുന്നുണ്ട്. 6 കുട്ടികൾ കുഴഞ്ഞു വീണിരുന്നു. ഈ കുട്ടികളിൽ ചിലർ ഇപ്പോൾ ICUവിലാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വൻ അപകടമാണ് ഇപ്പോൾ വിജയുടെ റാലിക്കിടയിൽ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ എത്ര സ്ത്രീകളുണ്ട് എന്നറിയില്ലെങ്കിലും മരിച്ചവരിൽ സ്ത്രീകളുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ ഈ അപകടത്തിൻ്റെ വാർത്ത ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തു തുടങ്ങി. തിക്കിലും തിരക്കിലും പെട്ട് 20 പേർ മരിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. തമിഴ്നാട്ടിലെ ആരോഗ്യവകുപ്പ് മന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും വേലുച്ചാമിപുരത്ത് താൻ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. മുൻ മന്ത്രിയായ സെന്തിൽ ബാലാജി ആശുപത്രിയിലെത്തി അപകടത്തിൽപ്പെട്ട ആൾക്കാരെ കാണുന്നുണ്ട്. കൂടുതൽ ഡോക്ടേഴ്സിനെ അടുത്ത് നിന്ന് ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ കരൂരിലുള്ള വിവിധ ആശുപത്രികളിലാണ് ഇപ്പോൾ ആളുകളെ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. അവിടേക്ക് കൂടുതൽ രോഗികൾ വരുന്നുണ്ട്. അതുപോലെ ഈ സംഭവ സ്ഥലത്തേക്ക് കൂടുതൽ ആംബുലൻസുകളും എത്തുന്നതായി തമിഴ്നാട്ടിലെ ചില വാർത്താ മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്യുന്നു. ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു വാർത്തയാണ് വിജയുടെ വേലുച്ചാമിപുരത്തെ റാലിക്കിടയിൽ നിന്ന് വരുന്നത്. 20 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ള അത്യന്തം സങ്കടകരമായ ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്തയാണ് വരുന്നത്. 10,000ങ്ങൾ വിജയുടെ ആരാധക ലക്ഷങ്ങൾ പങ്കെടുത്ത ഈ റാലിക്കിടെ ഉണ്ടായ തിക്കിലും തിരക്കിലുമാണ് ഈ അപകടം ഉണ്ടായത്. ഉച്ചയ്ക്ക് ഈ റാലിയിൽ പങ്കെടുക്കേണ്ട വിജയ് വൈകുന്നേരമാണ് എത്തിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.